രാജശേഖരൻ സാറേ, അഴിമതിക്കെതിരെ പോരാടുകയാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ മറ്റൊരു അഴിമതി കേസിൽ അറസ്റ്റിലായി ഇപ്പോൾ ജയിലിലാണ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇവിടുത്തെ വോട്ടർമാരും ഒക്കെ പറയുന്നതാണ്. ഈ ആരോപണം ശരിവയ്ക്കുന്ന ചില തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന സാറുകൾ ശ്രദ്ധിച്ചാണല്ലോ. എന്താ സാറേ പറയാനുള്ളത്? പണ്ട് നാട്ടിലൊരു കാര്യം പറയായിരുന്നു, പേരെടുക്കാൻ വന്നവളെ ഇരട്ട പറ്റെന്ന്. പ്രസവത്തിന് സഹായിക്കാൻ വേണ്ടി സഹായിയായിട്ട് ആളെ നിർത്തിയതാ. ആ സഹായിക്കാൻ വന്നയാള് ഇരട്ട കുട്ടികളെ പ്രസവിച്ചെന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ കേജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല്, എനിക്ക് ഏറ്റവും വലിയൊരു അതിശയം തോന്നുന്നൊരു കാര്യമുണ്ട്. ഈ കേരളം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ കേജ്രിവാളിനെ ലോകത്തുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം എതിരെ തീവ്രമായ നടപടി പോകുന്നുണ്ട്. എന്തുകൊണ്ട് ആ കാര്യത്തിൽ ഏറ്റവും കേജ്രിവാളിനെക്കാട്ടിൽ എന്തുകൊണ്ടും മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പുറകിലല്ലാത്ത നമ്മുടെ പൊന്നരിവാള് പിണറായിക്കെതിരെയല്ല? ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, പിണറായിയുടെ അഴിമതിയുടെയും പിണറായിയുടെ കയ്യിലുള്ള അരുതാഴികകളുടെയും ലെവല് എത്രമാത്രം ഉണ്ടാവും എന്നറിയുന്ന മലയാളികൾ എന്തുകൊണ്ട് പിണറായിക്കെതിരെയുള്ള നടപടി പതുക്കെ പോകും പോലും കേജ്രിവാളിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേജ്രിവാൾ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ഈ പിടിക്കപ്പെട്ട കേസിന് മാത്രമല്ല സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. നമ്മളെന്ന് ആലോചിച്ചു, ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, ഒരു വിദേശ രാജ്യങ്ങളും ഇടപെട്ടിട്ടില്ല. അതുപോലെ സെന്തിൽ കുമാർ തമിഴ്നാട്ടിലെ, അങ്ങനെ എത്രയോ പേരെ ഭാരതത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഴിമതി കേസിൽ പെട്ട്. എന്തിനുള്ള ബാലകൃഷ്ണപിള്ളയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഒന്നും ഒരു അമേരിക്കൻ പത്രമോ അമേരിക്കനോ കാനഡക്കാരോ അല്ലെങ്കിൽ പിന്നെ മറ്റു രാജ്യങ്ങളോ ഈ അറസ്റ്റ് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടില്ല ബാലകൃഷ്ണപിള്ള ഇടമലയേറെ കേസിൽ നിയമപ്രകാരം നടപടി പോകണമെന്നൊന്നും ഒരു പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ ഒന്നുമില്ലാത്തൊരു താല്പര്യം ഇവിടെ വന്നപ്പം കേജ്രിവാൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അപകടകാരിയാണ്. സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞോണ്ട് ഇവിടെ തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി ചേർന്ന് സാർ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ജാർഖണ്ഡിലോ ഒന്നും കാണാത്ത രീതിയിലുള്ള കൂട്ടായ്മ ഡൽഹിയിൽ ഒരുക്കിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. കാരണം പോക്കറ്റ് അടിക്ക് ഒരുത്തിനെ പിടിക്കുക, പോക്കറ്റ് അടിക്ക് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിടിച്ചു കൊണ്ടുപോയി പോലീസിൽ ചോദ്യം ചെയ്യുമ്പോൾ പറയുമ്പോൾ പോക്കറ്റ് അടി മാത്രമല്ല, ബൈക്ക് മോഷ്ടാവും കാറ് മോഷ്ടാവും ഭവനഭേദനം ചെയ്യുന്നവനും സ്ത്രീകളെ ആക്രമിക്കുന്നവനും ഒക്കെയാണ് വലിയൊരു പഴകക്ഷി. ഇതൊക്കെ തെളിയുന്ന നേരമാണ്. ചിലപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും ആദ്യം ഇതൊന്നും മിണ്ടത്തില്ല പോലീസ്. ഞാനൊരു അന്വേഷണ ഏജൻസി ജോലി ചെയ്തയാളാണ്. ആദ്യം നമ്മളിതെല്ലാം ഒന്നും പറയില്ല. പോക്കറ്റ് അടിക്കാൻ ഇന്നടത്തെ കുട്ടപ്പനെ പിടിച്ചു എന്ന് പറയും. അപ്പോഴീ കുട്ടപ്പനെ സഹായിക്കാൻ വരുന്ന ആളുകളെ നോക്കി അറിയാമല്ലോ ഇവന്റെ കൂട്ടുകാരൊക്കെയാണ്. അപ്പൊ പറഞ്ഞു വരുന്ന പിണറായി വിജയൻ എല്ലാവരും ഇത് അതല്ല ഞാൻ പറഞ്ഞത്. ഈ കേജ്രിവാളിന്റെ ബന്ധങ്ങള് എന്ന് പറയുന്നത് പിണറായി വിജയനൊക്കെ ചെറിയ സ്മോൾ ഫിഷാണ്. അന്തർദേശീയ തലത്തിലുള്ള ഭാരതവിരുദ്ധ ശക്തികളുടെ കയ്യിലെ കളിപ്പിള്ളയാണ് കേജ്രിവാൾ. ചൈനീസ് ഫണ്ടിങ് അതെല്ലാം ഉണ്ട്. ഈ പ്രത്യേക വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് സത്യത്തിൽ കേജ്രിവാള് ഈ ഹൈക്കോടതി അപ്പീലുമായിട്ട് പോയി കാണിച്ചൊരു വലിയ ആന മണ്ടത്തരമെന്ന് ഞാൻ. കേജ്രിവാളിന് ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ സമൻസിന് തന്നെ ചെല്ലുകാരാണ്. ഞാൻ കുറ്റക്കാരനല്ല, നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞ അന്വേഷണത്തിന് വിധേയനായിരുന്നെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് ഒഴിവായേനെ. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ജയിലിൽ കിടക്കുവോ ഇവരുടെ ED കസ്റ്റഡിയിൽ ഇരിക്കുകയോ ചെയ്താൽ മതിയായിരുന്നു. ഇതിന് പകരം ഞാൻ കുറ്റക്കാരനെ അല്ലെന്ന് ഇപ്പോഴേ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിക്കാനുള്ള മിടുക്ക് കാണിക്കാൻ പോയ കുറ്റക്കാരൻ. പിന്നെ ഹൈക്കോടതി പറഞ്ഞത് എന്താ പറയുന്നത്, ഞാനൊന്ന് വായിക്കാമത്. കേജ്രിവാൾ conspired and was actively involved in use and concealment of proceeds of the crime എന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും പറഞ്ഞതല്ല, ഹൈക്കോടതിയുടെ ഒബ്സർവേഷനാണ്. അതായത് കുറ്റം പ്ലാൻ ചെയ്യുന്നതിനും പദ്ധതി ഇട്ടതിനും നടപ്പിൽ വരുത്തുന്നതിനും ഈ കുറ്റത്തിലുണ്ടായ
അതിൻ്റെ നേട്ടമുണ്ടല്ലോ, നേട്ടം കയ്യിലെടുക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും എല്ലാത്തിനും കേജ്രിവാൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കേജ്രിവാളാണ് ഈ കേസിന്റെ കിങ് പിൻ എന്ന് പറഞ്ഞ ഇഡിയുടെ നിലപാടിൽ ഈ ഹൈക്കോടതിയുടെ അടുത്ത് പോകേ വേണ്ടായിരുന്നു, മര്യാദ ഇരുന്നാൽ മതി. അല്ലെങ്കിലും ഈ വിധി വരും, ഇത് സത്യമാണ്. ഈ വിധി വരുന്നത് ഈ അന്വേഷണം എല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ വിധിയിൽ വരുവുള്ളൂ. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് രക്തസാക്ഷിയായിട്ട് കെജ്രിവാളിനെ കൊണ്ടു നടക്കായിരുന്നു കുറച്ചാലും കൂടെ നടക്കായിരുന്നു. പക്ഷെ പറ്റിപ്പോയത് ഇപ്പോഴേ പോയതുകൊണ്ട് ഇപ്പോഴേ കിട്ടി. അതെ, ഇത് യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ഹിയറിംഗ് കേട്ട അതും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവർ തന്നെ കൊണ്ടെന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രതികാരമാണ്, പൊളിറ്റിക്കൽ വെൻഡറ്റയാണ്, അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും ശരിയല്ല. ഇതിപ്പോ ജാമ്യത്തിനല്ല പോയത്, ഇത് ജാമ്യത്തിന് പോയതല്ല, അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും അറസ്റ്റേ നിയമവിരുദ്ധമാണ് എന്നായിരുന്നു. അത് തന്നെയല്ല, നേരത്തെ സമ്മൻസ് തരും പറയുന്നത് തന്നെ ഒറ്റ വാചകം, ഈ സമ്മൻസ് ഇല്ലീഗലാണ് എന്ന് കേജ്രിവാൾ എന്ന് പറഞ്ഞാൽ മതിയോ? പിന്നല്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ പണ്ട് പൂലൻ ദേവിക്കോ അല്ലെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ വീരപ്പനൊക്കെ പറഞ്ഞാൽ പോരെ, നിങ്ങൾ പറഞ്ഞ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. നിയമവിരുദ്ധമാണെന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് സ്ഥാപിക്കണ്ടേ? ഇത് അതിന് പകരം കൃത്യമായും ഡൽഹിയിൽ നേട്ടം ഉണ്ടാകാൻ വേണ്ടിയുള്ള എക്സൈസ് പോളിസി ഉണ്ടാക്കി. അതിന് കാരണമുണ്ട്. ഡൽഹിയിലെ മദ്യ വിതരണ സമ്പ്രദായം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യിലായിരുന്നു, നമ്മളിപ്പോൾ കേരളത്തിലുള്ള പോലെ ഔട്ട്ലെറ്റുകാരായിരുന്നു. അതിന് 2020 സെപ്റ്റംബർ ആരെന്ന് ആലോചിക്കണം, 20-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, സെപ്റ്റംബർ 20-നാണ് എൻ്റെ ഓർമ്മയാണ്. കോവിഡിൻ്റെ മൂർത്തിൻ്റെ ഘട്ടമാണ്. നാട്ടുകാർ ഓക്സിജൻ ഇല്ലാതെ, കോവിഡിന് മരുന്നില്ലാതെ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടിയിരിക്കുന്ന നേരത്തിന് കേജ്രിവാൾ കണ്ടുപിടിച്ച പണി എക്സൈസ് നീതി മദ്യനയം നീതി തിരുത്തിയിട്ട് അതിൽ നിന്ന് 10 കാശുണ്ടാക്കാനുള്ള വഴി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അഴിമതിക്കെതിരെ പ്രസംഗിച്ച ആളുടെ എല്ലാം പോയില്ലേ? അതാണ് സാറേ, ഈ മദ്യവിരുദ്ധ സമരങ്ങളൊക്കെ നടത്തി അധികാരത്തിലേക്ക് വരാൻ ശ്രമിച്ചാണ്. കെജ്രിവാളാണെങ്കിൽ നമ്മുടെ പിണറായി സർക്കാരാണെങ്കിലും KM മാണിയുടെ ഒക്കെ നയങ്ങൾക്കെതിരെ വലിയ പോരാട്ടം നടത്തി. ഇവരൊക്കെ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യുന്നത് നേരെ വിപരീതം. അല്ല, അതിന് കാരണമുണ്ട്. മദ്യവ്യാപാരത്തെ ഞാൻ കുറ്റം പറയില്ല. ഏറ്റവും കൂടുതൽ പണം മറിയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതിനെ കേജ്രിവാളും തിരഞ്ഞെടുത്തു. എന്നിട്ട് ചെയ്തത് ഈ പുതിയ മദ്യനീതി, അതായത് പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടെ, സ്വകാര്യ വ്യവസായികളെ കൂടെ അതിലേക്ക് ബന്ധപ്പെടുന്ന നീതി കൊണ്ടുവന്നു. ആ നീതി ആദ്യം ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, പിന്നെ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെ തന്നെ തിരുത്തി. മനീഷ് സിസോദിയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. മനീഷ് സിസോദിയായും നമ്മുടെ ഒരു മലയാളി ഉണ്ടല്ലോ, ഇവരുടെ ഒരു അല്ല, ഈ ഇദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സെൽ കൺവീനറൊക്കെ ആയിരുന്നു. അവരും എല്ലാം കൂടെ അങ്ങ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ഡീലെല്ലാം ഉറപ്പിച്ചു. ഈ സൗത്ത് ഗ്രൂപ്പിൻ്റെ കവിത ബന്ധപ്പെട്ട ഇങ്ങനെ 100 കോടി രൂപയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. സുപ്രീം കോടതി തന്നെ 2023 ഒക്ടോബറിൽ സിസോദിയയുടെ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ 338 കോടിയുടെ അഴിമതിയുടെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അന്നേരവും കേജ്രിവാളും പിന്നെ ഒരു അതിഷി മെർലന, അദ്ദേഹത്തിൻ്റെ അടുത്ത ആളാണ്, മന്ത്രി അവിടെ ഡൽഹിയിലെ, സൗരഭ് ഭാരദ്വാജൊക്കെ പറഞ്ഞു നടക്കുന്നത്. അതിഷിയാണെങ്കിൽ നഴ്സറി സ്കൂളിലെ ടീച്ചറിൻ്റെ കൂട്ട് നൃത്തവും ഡാൻസും പറച്ചിലും എല്ലാം കൂടെ ഒന്നിച്ചാ. ഇതിൽ ഒരു മണി ട്രയൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. മണി ട്രയൽ എന്താ മനസ്സിലാക്കാം? ഞാനൊരു കാര്യം പറയാം. മണി ട്രയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്സിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ പോക്കറ്റ് അടിക്കുന്നു. നമ്മുടെ പോക്കറ്റ് ഇടുന്ന പൈസ ഒരാളുടെ കൈ കിട്ടിയതും ആള് അത് എവിടം വരെ എത്തിച്ചത് അത്രയും വിവരം കിട്ടണം. അപ്പോഴാണ് മണി ട്രയൽ പൂർണ്ണമാകുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഇതും അതാ സിമ്പിള്. ഇതിൽ ഒരു കാര്യം തെളിഞ്ഞു. പോക്കറ്റിൽ നിന്ന് എടുത്തതിനും തെളിവുണ്ടെന്ന് വിചാരിച്ചു, എടുത്തയാൾ ഇന്നയാളെന്ന് തെളിവുണ്ടെന്ന് വിചാരിച്ചു. അയാളത് എവിടെ ആരുടെ കയ്യിൽ അത് ഏൽപ്പിച്ചതിന് തെളിവില്ലെന്ന് വിചാരിച്ചു. ഉടനെ മണി ട്രയൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മണി ട്രയൽ അപൂർവമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ കേസ് സംഭവിച്ചത് എന്നു പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ അടുത്ത് കവിത ഉൾപ്പെടെയുള്ളവരുടെ അവരാണ് അതിനകത്ത് ഒരു സൈഡ്,
100 കോടി രൂപ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞതിൽ 45 കോടി രൂപ ഗോവ ഇലക്ഷന് വേണ്ടി കൊടുത്തു. അത് പാർട്ടി ഉപയോഗിക്കുകയായിരുന്നു. ആ കാര്യത്തിന് ഗോവയിലെ പാർട്ടി നേതാക്കന്മാർ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇതാണ് കേസ്. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ളതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. എന്തായാലും അഴിമതി നടന്നിട്ടുള്ള കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല. ഇനി അഴിമതിക്കപ്പുറം ഇത് മണി ലോണ്ടറിങ് കേസാകുന്നു എന്നുള്ള അറിയുന്നതാണ് അടുത്ത വിഷയം. അത് കണ്ടുപിടിച്ചോളും. അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ കേജ്രിവാള് കോടതിയിലൊരു സ്വന്തമായിട്ടൊന്ന് വാദിച്ചല്ലോ ഒരു ദിവസം. അന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. രസകരമാണ്, നമുക്ക് പരിഹാസം തോന്നുന്ന, ചിരിക്കാൻ തോന്നുന്ന വാദഗതിയായി ആം ആദ്മിക്കാരുടെയും തൃണമൂൽ കോൺഗ്രസ്സുകാരുടെയും രണ്ട് കൂട്ടരുടെയും. ഇന്ന് അന്ന് അയാൾ ഈ കേജ്രിവാൾ കോടതി പറയാണ്, എനിക്കെതിരെ ഒരു കോടതി വിധിയില്ല, പിന്നെ എങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യുന്നെന്ന്. അറസ്റ്റ് ചെയ്യാൻ കോടതി വിധി വേണം. അറസ്റ്റ് ചെയ്യാൻ കോടതി വിധി വേണ്ട. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് സംശയം തോന്നുന്ന ആളിനെ അന്വേഷണത്തിന് വേണ്ടി ഇയാളുടെ കസ്റ്റഡി ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതിനും നിയമ സംവിധാനത്തിന് സഹായത്തോടു കൂടി കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള നിയമമുണ്ട്. അല്ലാതെ കോടതി വിധിച്ചു കഴിഞ്ഞിട്ടല്ല ഒരാളെ ജയിലിൽ വിടുന്നത്. അത് ശിക്ഷയാണ്. ഇത് അന്വേഷണത്തിന് ഭാഗം. അപ്പോൾ പറഞ്ഞു വന്നതെന്നു പറഞ്ഞാൽ ഈ കേജ്രിവാളിൻ്റെ കേസിൽ കേജ്രിവാൾ എനിക്കുള്ളത് നിങ്ങൾ തന്നേക്ക് എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ച അടിയാണ് ഹൈക്കോടതി കിട്ടിയത്. എന്നിട്ട് ഒരു ദിവസം പോലും കളയാതെ ഇന്ന് രാവിലെ സുപ്രീം കോടതിയിലോട്ട് ഓടി. വലിയ തിരിച്ചടി അല്ല, അവിടെ ചെന്ന് ഇന്ന് കിട്ടേണ്ടത് കിട്ടി. ഇന്ന് സുപ്രീം കോടതി ഉച്ചയ്ക്ക് ഞാൻ വാർത്ത കണ്ടതാ. കോടതി പെട്ടെന്നൊന്നും കേൾക്കാൻ നേരമില്ലെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് കേൾക്കാൻ നേരമില്ലെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ ഹൈക്കോടതി കിട്ടിയിരിക്കല്ലേ, ഉടനെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സുപ്രീം കോടതി ഒരു വിഷമമുണ്ട്. 45 കോടി രൂപ മുടക്കി കോവിഡ് കാലത്ത് പാവപ്പെട്ടവന്റെ പണം എടുത്തിട്ട് ഉണ്ടാക്കിയൊരു ശീഷ്മകളുണ്ടല്ലോ, ആ ശീഷ്മകളിൽ നിന്ന് തിഹാർ ജയിലിലേക്ക് പോകുക എന്നൊക്കെ മനസ്സിന് വിഷമമുള്ള കാര്യമാണ്. അതിനകത്ത് ഓഫീസ് ഉണ്ടാക്കാൻ നോക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, അല്ല തിഹാർ ജയിലല്ല പറഞ്ഞു. ഈ ശീഷ്മകളിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ല. ഈ അഖിലേഷ് യാദവിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയും. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മുറി വസതി കാലിയാക്കിയപ്പോഴത്തേക്ക് ഭിത്തി വരെ തല്ലിപ്പൊളിച്ചിരുന്നു. ഒരാൾ വീട് മാറുമ്പോൾ ഭിത്തി തല്ലിപ്പൊളിക്കുന്നതിനാ? ഭിത്തി തല്ലിപ്പൊളിച്ചു. ഈ നമ്മുടെ വാട്ടർ ട്രാപ്പുകളൊക്കെ ഇളക്കിയെടുത്തു. അന്താ ഡയമണ്ട് കൊണ്ടുമല്ലോ ഉള്ള രത്നം ഉണ്ടാക്കിയ അതല്ല, അതിനകത്തൊക്കെ എന്തൊക്കെ ഈ ഭിത്തികൾ തള്ളിപ്പൊളിച്ചെന്തിനാ? ഇതാണ് അഖിലേഷിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. അഖിലേഷ് യാദവിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ശീഷ്മകള് കേജ്രിവാള് അവിടെ നിന്ന് ഒഴിയേണ്ടി വരികയും സ്വതന്ത്രമായി ഭാരത സർക്കാർ അതിനകത്ത് അന്വേഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ മഹലിനുള്ളിൽ നിന്ന്, ആ അരമനയ്ക്കുള്ളിൽ നിന്ന് പല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് ആരെങ്കിലും സംശയിക്കുന്നെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അഴിമതിയുടെ പല രഹസ്യങ്ങളും അതിനകത്തുണ്ടാവും. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ കേസിനകത്ത് കവിത, മറ്റു പിടിക്കപ്പെട്ടവരൊക്കെ, കേജ്രിവാള്, സിസോദിയ, പിന്നെ സത്യേന്ദ്ര ജെയിനിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല, ബാക്കി എല്ലാവരും ചെയ്തൊരു പണിയുണ്ട്. അവരുടെ മൊബൈൽ ഫോണുകൾ പലതും കാണാതെ പോയിരിക്കുക. ഇലക്ട്രോണിക് ഡിവൈസ് പലതും അവൈലബിൾ അല്ല, നഷ്ടപ്പെട്ടു. 5, 6 നഷ്ടപ്പെട്ടു. അതായത് ഒരു ഡീല് നടക്കുമ്പോൾ, ഒരു കാര്യം നടക്കുമ്പോൾ ഉപയോഗിച്ച മൊബൈൽ ഒരു ബോധപൂർവ്വം ഇല്ലാതാക്കിയിട്ടുണ്ട്. കേജ്രിവാൾ ആണെങ്കിൽ ഇതിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടില്ല അന്വേഷണ ഏജൻസികൾക്ക്. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എന്തൊക്കെയാ മറക്കാനുള്ളതുകൊണ്ടല്ലേ? തീർച്ചയായും ആസൂത്രിതമായിട്ട് ഇത്രയും ഇലക്ട്രോണിക് ഡിവൈസസ്, ഡിജിറ്റൽ ഡിവൈസസ് ലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പം ഹിന്ദി പറയും ദാൽമേ കുച്ച് കാലാഹെന്ന്, ഹിന്ദിയിൽ അങ്ങനെ പറയാം. അതായത് എന്തോ സംശയകരമായ കാര്യത്തിനകത്തുണ്ടെന്ന്. ഇതാണ് കേജ്രിവാളിൻ്റെ അവസ്ഥ. ഇത് ഭാരതം മനസ്സിലാക്കി കഴിഞ്ഞു. കേജ്രിവാളിനെ താങ്ങി നിന്ന് സഹായിച്ച് INDIA മുന്നണിയാണെങ്കിലും പിണറായി വിജയൻ, ഇവർക്കെല്ലാവരും സൂചനയാണ്. ഒരു കാര്യം പ്രത്യേകം ഞാൻ വേറൊരിടത്തും പറഞ്ഞത്, ഹേമന്ത് സോറനെ ആദ്യം അറസ്റ്റ് ചെയ്തത് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു.
ആ ഹേമന്ത് സോറൻ്റെ അറസ്റ്റിൻ്റെ ശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. അതിപ്പോൾ ഒരു കീഴ്വഴക്കമായിട്ട് വന്നു. അതെ. നേരെ മറിച്ച് കേജ്രിവാളിനെ ആയിരുന്നെങ്കിൽ ഞാൻ കൃത്യമായി സംശയിക്കുന്നു, ആദ്യം കേജ്രിവാളിനെ ആയിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ ഇന്നത്തെ അവസ്ഥയിൽ അന്ന് തന്നെ കേജ്രിവാൾ ജാമ്യം മേടിച്ചിട്ട് പോയേനെ. ഓർക്കുന്നുണ്ടോ? കേജ്രിവാൾ സുപ്രീം കോടതി ചെന്ന ജാമ്യം ചോദിച്ചോണ്ട് അവിടെ ചെന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് കേൾക്കുകയില്ല കേസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കോടതി പോകണ്ട, നമ്മൾ തിരിച്ചു വരികയായിരുന്നു. മനസ്സിലായില്ലേ? കാശ് കടഞ്ഞു വെക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛനും മോനുള്ള വീട്ടിൽ ചെല്ലുമ്പോഴേ അച്ഛനോട് ചോദിച്ചാൽ കിട്ടുകയില്ല. മോൻ പറഞ്ഞ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞെങ്കിൽ എന്നാൽ ഒന്നുമില്ല ചേട്ടാ ഞാനിങ്ങ് പോയേക്കാന്ന് പറഞ്ഞ് പോകുന്ന പോലെ ജാമ്യം ചോദിക്കാൻ ചെന്നാണ് മനീഷ് സിസോദിയ. എന്തായാലും ഒരു കാര്യമുണ്ടാണ്, മനീഷ് സിസോദിയ ഭാഗ്യവാനാണ്. അയാളുടെ അക്കൗണ്ടുകളിലേക്ക് കോടികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.